നമ്മൾ ചിന്തിക്കുന്നതിനും നിരൂപിക്കുന്നതിനും അപ്പുറമായി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയ എത്ര വലുതാണ്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് പകൽക്കാലം വായിച്ചു. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് ഒരുപാട് ഹല്ലേലൂയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ഹല്ലേലൂയ ഒരുപാട് ഉത്തേജനം നൽകുന്ന അനേക വാക്യങ്ങൾ നാം ആ ഭാഗത്ത് വായിക്കുവാനിടയായിത്തീരും. അതായത് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഹല്ലേലൂയ അധ്വാനിക്കുന്നതിനായി ചില ഹല്ലേലൂയ വേലക്കാരെ അന്വേഷിച്ച് ഒരു വീട്ടുടയവൻ അതിരാവിലെ ഇറങ്ങുകയാണ്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഈ വേലക്കാരെ തിരക്കി ഇറങ്ങുന്ന ആൾ രാവിലെ 3 മണിക്കും 6 മണിക്കും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും വന്നവരെ വേലക്കായി വിളിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ എഗ്രിമെൻ്റ് ഒന്നേ ഉള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ ഇത്ര രൂപ, അതാണ് എഗ്രിമെൻ്റ്. എന്നാൽ 11-ാം മണി നേരത്ത് വന്നവനും 3-ാം മണി നേരത്ത് വന്നവനും 9-ാം മണി നേരത്ത് വന്നവനും അവസാനം കൂലി കൊടുത്തപ്പോൾ ഒന്നായിരുന്നു. അതിനകത്തുള്ള ചില കാര്യങ്ങളാണ് എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നത്. എന്തുകൊണ്ടാണ് ഈ 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ഇവർ വേലയ്ക്കായിട്ട് വന്നത്? രാവിലെ അല്ലേ സാധാരണ വേലയ്ക്ക് പോകേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ അലസതകളും നമ്മളുടെ ഹല്ലേലൂയ പോരായ്മകളും മനസ്സിലാക്കി ഇറങ്ങുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നാം ഈ 11-ാം മണി നേരമായിട്ടും നമുക്കൊന്നും ലഭിച്ചിട്ടില്ലല്ലോ, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നാം വളരെ ഭാരപ്പെടാറുണ്ട്. എനിക്ക് പ്രായമായി, എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയുമായിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഈ 11-ാം മണി നേരത്തെ നാം അവിടെ വന്ന് നിന്നാലും രാവിലെ മുതൽ പല പ്രാവശ്യം നമ്മെ തേടി ഇറങ്ങുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് നമ്മെ ഹല്ലേലൂയ നിശ്ചയമായിട്ടും കണ്ടുമുട്ടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ന്യായമായത് തരാനല്ല കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിയുന്ന ഒരു വലിയ അളവ് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം തമ്പുരാൻ തരും. കഴിഞ്ഞ നാളുകൾ നാം വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലെ വലിയ ഹല്ലേലൂയ കഷ്ടതകളൊക്കെ വന്ന സമയത്തും കർത്താവ് നമ്മെ മറക്കാതെ കാത്തു പരിപാലിച്ചു. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം, നാം മിനക്കെട്ട് നിൽക്കുന്നുവെങ്കിൽ, എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അതാണ്, നാം മിനക്കെട്ട് നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ കണ്ടുമുട്ടും. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് വന്നില്ല തന്നില്ല എന്നൊക്കെ നാം പരാതിപ്പെടാൻ പോകാതെ കർത്താവിന് വേണ്ടി നാം വെയിറ്റ് ചെയ്താൽ നിശ്ചയമായും 11-ാം മണി നേരമാണെങ്കിലും നാം വെയിറ്റ് ചെയ്യണം. മിനക്കെട്ട് നിന്നാൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനിടയായി തീരും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടാം. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ടെന്നുള്ള പാട്ട് നമുക്ക് ആദ്യമേ പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്,
കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റവരുടെ തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റവരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും. രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും